ഗൈസ്, മുന്നോട്ട് പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. കുറച്ചധികം ഡിലേ ഒക്കെ ഉണ്ടായി, പക്ഷെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 നിങ്ങളൊരു R15 എടുക്കണോ വേണ്ടയോ എന്നൊരു കാര്യമാണ്. അതായത് R15 വേർഷൻ 1 ഇറങ്ങുന്നത് 2008 ആൻഡ് ഇപ്പോഴും, അതായത് 2026 ഇന്ന് വരെ ഈ വണ്ടി അതേപോലെ ആൾക്കാരുടെ അതായത് മനസ്സും കാര്യങ്ങളും കീഴടക്കിയിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കേണ്ട മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യമഹന്റെ ആ ഒരു കഴിവ് തന്നെയാണ്. നമ്മുടെ V3 ഇറങ്ങിയ സമയത്ത് V3 എത്രത്തോളം ആൾക്കാരുടെ മനസ്സിൽ ഇറങ്ങിയൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ഈ വണ്ടിന്റെ ഒരു ലുക്സിനും കാര്യങ്ങളിലും അത്രത്തോളം ഒരു ചേഞ്ച് വരുത്തുമ്പോൾ നോക്കി കണ്ട് ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ പണി പാളും. നമ്മുടെ RC200 RC390 പറ്റിയ ഒരു മെയിൻ കാര്യം അതായിരുന്നു. അതായത് ലുക്കിന്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ആ വണ്ടി ഇത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണ്ട് പോയത്. എഞ്ചിനും കാര്യങ്ങളൊക്കെ കുറച്ച് ബെറ്ററായി, എല്ലാം ബെറ്ററായെങ്കിലും ആ ലുക്സ് കാരണം ആ വണ്ടിന്റെ സെയിൽസും കാര്യങ്ങളും നല്ല രീതിയിൽ കമ്മിയായി. പക്ഷെ യമഹ ആലോചിച്ചിട്ടാണ് ഈ R15 V4 ഇറക്കുമ്പോൾ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതായത് V3 കഴിഞ്ഞ് ഏകദേശം അതേ ലുക്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലുക്സ് ആയിട്ടാണ് ഒരു V4 വന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കും ഒരു കംപ്ലൈന്റും കാര്യങ്ങളും ആർക്കും ഉണ്ടായിരുന്നില്ല, ബെറ്റർ തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ R15 V4 ഇത്രത്തോളം സെയിൽസും കാര്യങ്ങളും വരുന്നത്. ആൻഡ് ഒരു ഹൈ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അതുകൊണ്ട് ആൾക്കാർ ഒന്ന് കൺസിഡർ ചെയ്തു പോകും. അപ്പൊ നമുക്കിനി നേരെ അതിന്റെ വാക്കറും റിവ്യൂക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ ആ ഒരു ലുക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു ഔട്ട് ഓഫ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഓൾഡ് മോഡലായി എന്നൊക്കെ ഒരു ഫീൽ ഒരിക്കലും വരില്ല. ഒരു 10-20 വർഷം കഴിഞ്ഞാലും ഇതിന്റെ ആ ഒരു ലുക്ക് എന്ന് വെച്ചാൽ ഫ്രഷ് ലുക്ക് തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു പ്രത്യേകതരമായിട്ടുള്ള ലുക്സ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ലുക്കാണ് ഇതിന്റെ. നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ കണ്ടോ ആ ഒരു 2 DRL എന്റെ നടുക്കായിട്ട് ഒരു പ്രൊജക്ടറാണ്. പിന്നെ ആ ഫ്രണ്ടിലത്തെ ആ മാസ്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെയിം ആയിട്ടുള്ള V3 സെയിം ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മാസ്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സൈഡ് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ ഏകദേശം സെയിം തന്നെയാണ്. ആൻഡ് നമ്മളുടെ ഈ ഒരു മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് മിററാണ്. നമ്മളുടെ സ്റ്റോക്ക് മിറർ ഇങ്ങനെയല്ല വരിക, അതിൽ നമ്മൾ LED സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു മോഡിഫിക്കേഷൻ ചെയ്തതാണ്. പിന്നെ നമ്മളുടെ ഫ്രണ്ടിൽ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം ആ ഒരു അപ്സൈഡ് ആൻഡ് ഫോക്സ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് കോർണേഴ്സ് ആണെങ്കിലും കുറച്ച് ബമ്പി റോഡ്സ് ആണെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വല്ല കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തായിട്ട് വന്നത് നമ്മളുടെ ആ ഒരു മഡ് ഗാർഡും കാര്യങ്ങളൊക്കെയാണ്. മഡ് ഗാർഡൊക്കെ ഏകദേശം സെയിം തന്നെയാണ്, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു മഡ് ഗാർഡ് തന്നെയാണ്. ഫ്രണ്ടിൽ പക്ഷേ ചളി തെറിക്കുന്നുണ്ട് അത്യാവശ്യം. നമ്മൾ നല്ലൊരു മഴയത്തൊക്കെ പോകുമ്പോൾ ചളി തെറിച്ചിട്ട് ഫ്രണ്ടിലത്തെ ആ ഒരു വൈസറിന്റെ അതിലൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈഡ് പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ നമ്മുടെ ഒരു മിനി R1 എന്ന് പറയാൻ പറ്റും. കാരണം അത്രത്തോളം ലുക്കുള്ള ഒരു വണ്ടിയാണ്. കണ്ടോ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഒരു നമ്മുടെ R1 എന്നൊക്കെ ഏകദേശം ഇൻസ്പയർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ R15 എന്ന് പറയുന്നത്. നമ്മുടെ R15 ആയിക്കോട്ടെ, R25 ആയിക്കോട്ടെ, നമ്മുടെ R3 എല്ലാം ആ ഒരു അതിന്റെ ആ ഒരു DNA നമുക്ക് കാണാൻ പറ്റും ആ വണ്ടിന്റെ. പിന്നെ നമ്മളുടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു നൈസ് ആയിട്ടുള്ള അണ്ടർബെല്ല് വരുന്നുണ്ട്. അണ്ടർബെല്ലിന്റെ കാര്യം പറഞ്ഞുതരാം. പിന്നെ അത്യാവശ്യം നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാം ലുക്കുള്ള ഒരു വണ്ടിയാണ്. പിന്നെ നമ്മളെ ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സിൽവർ കളറാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് അതിന്റെ മുകളിൽ തന്നെ ആ മാസ്റ്റർ സിലിണ്ടറും കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിലോട്ട് വരുമ്പോൾ സെയിം, അതായത് ആ V3 സെയിം ആയിട്ടുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സോസ്റ്റ് ഭയങ്കര സൗണ്ടുള്ള എക്സോസ്റ്റ് ഒന്നും അല്ല, ഒരു ഭയങ്കര മൈൽഡ് ആയിട്ടൊരു സൗണ്ട് ആയിരിക്കും. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ ഒരു ടെയിൽ ടൈഡ് കട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മറ്റേ ആ മഡ് ഗാർഡ് താഴെ വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ആ ഒരു ടെയിലുണ്ട്, ആ ടെയിൽ തീരെ ഭംഗിയില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കി നോക്കിയാൽ ബാക്കി കാര്യം മൊത്തം സ്റ്റോക്ക് തന്നെയാണ്, വേറെ തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ സീറ്റും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സീറ്റിന്റെ സൈഡിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് ആണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ നോക്കി കണ്ട് കയറിയില്ല അല്ലെങ്കിൽ ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ബാക്കിൽ നമ്മൾ LED ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ സ്റ്റോക്ക് വരുന്നത് നമ്മളുടെ ഒരു ഹാലോജൻ ആയിരുന്നു, അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് LED ആക്കിയിട്ട് ഡ്യൂക്കിന്റെ ആണ് നമ്മൾ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് കുറച്ച് മാറ്റങ്ങൾ, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സ്റ്റോക്കായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ സാരി ഗാർഡ് ഇതിന് യാതൊരു വിധത്തിലൊരു മാച്ച് ഇല്ല, ഭയങ്കര ഓക്വേർഡായിട്ട് നമുക്ക് തോന്നും. ഇതിൽ വീൽ കാണുമ്പോൾ അങ്ങനെ അറിയില്ല, പക്ഷെ എനിക്ക് നേരിട്ട് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ആ സാരി ഗാർഡ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 സീറ്റാണ്. സീറ്റിന്റെ അടുക്കെ നമുക്ക് വേണമെങ്കിൽ സീറ്റ് റിമൂവ് ഒക്കെ ചെയ്യാം. ബാഗത്തെ സീറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പേപ്പേഴ്സ് നീ വെക്കാൻ തന്നെ പറ്റുള്ളൂ. പിന്നെ സീറ്റ് വരുമ്പോൾ അതേപോലെ ആ ഡുവൽ ആയിട്ടുള്ള ആ ഒരു സ്പ്ലിറ്റ് സീറ്റാണ്. നമ്മുടെ R15S വരുന്ന ടൈപ്പ് അല്ല, രണ്ടും വേറെ സീറ്റാണ്, സ്പ്ലിറ്റ് സീറ്റാണ്. പിന്നെ നമുക്ക് വരുമ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കും കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊരു ആട്ടം ഉണ്ടാവും, പക്ഷെ അത് ഫെയറിംഗ് ബൈക്സിൽ എല്ലാത്തിൽ ഉള്ളത് തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫ്രണ്ട് നമ്മൾ ഓട്ടിക്കുമ്പോൾ ചെറിയൊരു ഇത് വരുന്നുണ്ട്. പിന്നെ അത് പൊട്ടിപ്പോയതാണ്, വേറെ കാര്യമൊന്നുമില്ല, അത് ചെറുതായിട്ടൊന്ന് സൈഡ് തട്ടിയതാണ്. അപ്പോൾ ക്ലച്ചാണെങ്കിൽ ഭയങ്കര ലൈറ്റ് ക്ലച്ചാണ്. യമന്റെ ക്ലച്ചിനെ പറ്റി പറയണ്ടല്ലോ, സ്ലിപ്പർ ക്ലച്ചാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന്റെ മുകളിലത്തെ വേരിയൻസിലെല്ലാം നമ്മുടെ R15M ആ വേരിയൻസിലെല്ലാം നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, ഇതിൽ അത് വരുന്നില്ല. പിന്നെ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ കിട്ടുന്നത് TFT ഡിസ്പ്ലേ അല്ല, കളർ ഡിസ്പ്ലേ അല്ല നമുക്ക് ഇതിൽ വരുന്നത്. R15M തൊട്ടിട്ടാണ് അതായത് കളർ TFT വരുന്നത്.
ഇതിൽ അത്യാവശ്യം പക്ഷേ നല്ല പവർ പാക്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ RPM കയറി പോകുന്നതായാലും ABS ആണെങ്കിലും നമ്മൾ ചെറിയൊരു യമന്റെ ആ ഒരു ലോഗോ ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ന്യൂട്രലിന്റെ ആ ഒരു ഇത് കാണാൻ പറ്റും. പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട് നമ്മുടെ മുകളിൽ തന്നെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജിന്റെയും കോളിന്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ടെമ്പറേച്ചർ, എഞ്ചിൻ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആവറേജ് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം കാണാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് 2 മോഡ് നമുക്ക് വരുന്നുണ്ട്. ഒന്ന് സ്ട്രീറ്റ് ഉണ്ട്, പിന്നെ അടുത്ത് നമുക്ക് ട്രാക്ക് മോഡ് ഉണ്ട്. ട്രാക്കിൽ നമുക്ക് ലാപ്പ് ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. സ്ട്രീറ്റിലാകുമ്പോൾ നോർമലായിട്ട് ഇതിപ്പോൾ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് വ്യത്യാസമുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ട്രാക്ഷൻ ഓൺ ഓഫ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂളൻ്റെ ടെമ്പറേച്ചറും എല്ലാം നമുക്ക് കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത, അതായത് നമുക്കൊരു കുറവും തോന്നില്ല, അതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള എഞ്ചിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇതിൽ എഞ്ചിൻ വരുന്നത് 155cc ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. 4 സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്. അതേപോലെ തന്നെ 4 വോൾ എഞ്ചിൻ ഫീച്ചറിംഗ് ആണ് ഇതിന്റെ. പിന്നെ ഇതിന്റെ വേരിയബിൾ വാൾവ് ആക്ച്വേഷൻ, അതാണ് ഇതിൽ ഏറ്റവും കീ ഹൈലൈറ്റ്. അതിനൊട്ട് നമുക്ക് ഓട്ടിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. പിന്നെ ഇതിന്റെ ഒരു പവർ വരുന്നത് 18.4 PS പവർ ആണ് വരുന്നത്. പിന്നെ 14.2 ന്യൂട്രൺ ടോർക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 141 kgs ആണ്. അപ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോയിലാണ് ഇതിന്റെ മെയിൻ കളി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നല്ല വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആ ക്വസ്റ്റിന് കിടക്കാം. അതായത് 2026 ഈ ബൈക്ക് വേർത്താണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഫാക്ടർ ലുക്കാണ്. ലുക്സ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും ഇതിന്റെ ആ ലുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിരിക്കും, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ലുക്സിന്റെ കാര്യം ഓക്കെയാണ്. ഇനി അടുത്ത് നമ്മളുടെ ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കാം. ഫീച്ചേഴ്സ് ആണെങ്കിൽ ഏകദേശം എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സിൽ വരുന്നുണ്ട്. അതായത് ഒരു 200 to 300 cc ബൈക്സിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സും ഫുള്ളി ലോഡായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വലിയ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ എന്തായാലും നമുക്ക് വരാൻ പോകുന്നില്ല. അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇതിന്റെ ഒരു പ്രൈസ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 lakhs എബവ് ആണ് ഇതിന്റെ ഒരു പ്രൈസ് പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ചും കൂടി ഹയർ CC ബൈക്സിലേക്ക് പോകണോ അതോ ഈ ഒരു ബൈക്ക് ചൂസ് ചെയ്യണോ എന്നുള്ളത്. ആൻഡ് എന്റെ പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് ഞാൻ ഈ ബൈക്ക് ചൂസ് ചെയ്യും. കാരണം ഇതിന്റെ ആ ഒരു റിലയബിലിറ്റിയും അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള എഞ്ചിനാണ്. ആൻഡ് യമഹയാണ്. യമഹയിൽ നമുക്ക് കണ്ണടിച്ചിട്ട് നമുക്ക് ഈ ഒരു കാർസിന്റെ ഈ ടൊയോട്ട എന്നൊക്കെ പറയണല്ലോ യമഹന്റെ കാര്യം, എഞ്ചിന്റെ ഭാഗം നോക്കുക വേണ്ട. വേറെ തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എഞ്ചിന്റെ ഭാഗം പക്കയായിരിക്കും, അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്, അതായത് ഇതിന്റെ ആ ഒരു VVA ടെക്നോളജി 7200 RPM മുമ്പ് ഈ എഞ്ചിൻ ഭയങ്കര കാമായിട്ടുള്ളൊരു എഞ്ചിനാണ്. നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉണ്ടാക്കിയ തന്നെ എഞ്ചിനാണ്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്വഭാവം അങ്ങോട്ട് മാറുകയാണ്. വണ്ടി ചാടി നിൽക്കും. നമുക്കൊരു 155cc എന്ന് തീരെ തോന്നില്ല. ഒരു 200-250cc വണ്ടി ഓടിക്കുന്ന ഏത് ഫീലാണ് കിട്ടുന്നത് അതേ ഫീലില് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ VVA ടെക്നോളജി ഈ വണ്ടിന്റെ ആ ഒരു കീ ഫാക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 200-250cc ബൈക്സ് കമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പറ്റും. അപ്പോൾ ആ പൈസന്റെ ഫാക്ടർ വേർത്തിട്ട് തന്നെയാണ്. ആ VVAക്ക് മുടക്കുന്ന പൈസ നമുക്ക് ഒരിക്കലും ഒരു അയ്യോ എന്ന ആ ഒരു ഫീൽ വരത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു റിലയബിലിറ്റിയും കാര്യങ്ങളാണ്. നമുക്ക് യമഹന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ എഞ്ചിൻ പക്കയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിന്റെ സെൻസേഴ്സ് കുറച്ച് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് വേറെ ഓണേഴ്സും പറയുന്നത്. കാരണം ഇതിൽ നമുക്ക് V4 അത്യാവശ്യം നിറയെ ടെക് ലോഡർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി വരുമ്പോൾ അത് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. വേറെ തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ E20 വന്നിട്ടുണ്ട്. E20 വന്നോടെ ഈ E20 ബൈക്സിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് കുറച്ച് പോകുമ്പോൾ ആ ഒരു നോക്കൗട്ടിന്റെ ആ ഒരു ഇഷ്യൂ കുറച്ച് വരുന്നുണ്ട്, നോക്കിങ് വരുന്നുണ്ട് ബൈക്കിൽ. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. E20 കംപ്ലൈന്റ് ആയിട്ട് ബൈക്ക് ആണെങ്കിൽ കൂടി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പോകുമ്പോൾ ചെറിയൊരു നോക്കിങ് ഫീൽ വരുന്നുണ്ട്. പിന്നെ വൈബ്രേഷന്റെ കാര്യം പറയുമ്പോൾ ഒരു 120 എബവ് പോയാലാണ് ആ ഒരു ഫെയറിംഗിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് അടിക്കാൻ തുടങ്ങാം. ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷനാണ് അടിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ആ ഒരു അണ്ടർബെയിലിന്റെ ആ ഒരു താഴത്തെ പോർഷൻ നല്ല രീതിയിൽ ക്ലംസിയാണ്. ആൻഡ് പ്ലാസ്റ്റിക്കില് യമഹന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചല്ല. പക്ഷെ എല്ലാ ബൈക്സിലും ആ ഒരു താഴത്തെ അണ്ടർബെയിൽ കുറച്ചും കൂടി ഒരു ക്വാളിറ്റിയിൽ ഫൈബർ കൊടുത്താണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അപ്പോൾ അതാണ് കാര്യം. ആൻഡ് ഇതിന്റെ ആ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 120 to 130 സ്വീറ്റ് സ്പോട്ടാണ്. നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോകാം. പിടിച്ച് അപ്പം തന്നെ വണ്ടി നിൽക്കും. ബ്രേക്ക് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ബ്രേക്കിന്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനമായ പോലെയാണ്. കാരണം പിടിച്ചാൽ നിൽക്കാത്ത പോലെയൊക്കെ നമുക്കൊരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ ബ്രേക്കിന്റെ കാര്യം അത്രേ ഉള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം,
ഈ R15 എടുക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് ഇതിന്റെ ഭയങ്കര പെയിനാണ്, ഇതിന്റെ റൈഡിങ് പോസ്റ്റർ ഭയങ്കര ഒരു അപ്രൈറ്റ് ആയിട്ടല്ലല്ലോ, അപ്പൊ നമുക്ക് നല്ല പെയിന് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മൾ കുറെ ആൾക്കാർ ഇതിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇതിന്റെ റൈഡിങ് പോസ്റ്റർ. ഞാൻ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കുന്നതാണ്. കാരണം കുറെ ആൾക്കാർക്കൊന്നും അതിന്റെ എങ്ങനെയാണ് ഒരു സ്പോർട്സ് ബൈക്കിൽ ടൂർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അത്യാവശ്യം അറിയില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തായാലും അതിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ അതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു R15 എടുക്കുന്നത് നിങ്ങൾ ആ ഒരു എഞ്ചിന്റെ കാരണം മാത്രമാണ്, അതായത് VVA കിക്കിനാവുന്ന ഒരു ഇഷ്ടത്തോടെ മാത്രമാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്റ്റർ വേണമെങ്കിൽ നിങ്ങൾ MTO അല്ലെങ്കിൽ XSR എടുക്കുക. XSRൽ കുറച്ച് ECUവിന്റെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യാൻ പറ്റും. ഈ R15 എടുക്കുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പോർട്സ് ബൈക്കിന്റെ ആ ഒരു DNA അല്ലെങ്കിൽ ആ സ്പോർട്സ് ബൈക്കിന്റെ ഒരു ആ കമ്മിറ്റഡ് പോസ്റ്റർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് എടുക്കാം. ഓക്കെ, അല്ലാത്ത ആൾക്കാർ, അതായത് കുറച്ച് നടുവേദനയുണ്ട് അല്ലെങ്കിൽ കൈവേദനയുണ്ട്, അപ്പൊ അങ്ങനത്തെ ഒരു ആൾക്കാർ ഇതിലേക്ക് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കുറെ നമുക്ക് V4ഉം V3യും ഇഷ്ടംപോലെ കാണാൻ പറ്റും. അപ്പൊ അതിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബൈക്ക് അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല, സിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ അത് നമ്മൾ നോക്കി കണ്ടെടുക്കുക. ആൻഡ് ഈ ബൈക്കിന്റെ മെയിൻ ഹൈലൈറ്റ്, ഇത്രയും അക്രമം കാണിച്ചിട്ടും ഈ ബൈക്കിന് കിട്ടുന്ന മൈലേജ്, അത് നമ്മളിപ്പോൾ ഒരു ഫുൾ ത്രോട്ടിൽ അടിച്ച് പോയാലും അത് നമ്മൾ എത്രത്തോളം റാഷ് ഡ്രൈവ് ചെയ്താലും ഈ ബൈക്കിന്റെ മൈലേജ് മിനിമം 40 ആണ്. അതിന്റെ എബവ് കിട്ടുന്നുണ്ട്, 50 ഒക്കെ നമുക്ക് നന്നായി ഓടിച്ചാൽ കിട്ടും. പക്ഷെ മിനിമം മൈലേജ് എനിക്ക് കിട്ടിയിരിക്കുന്നത് 40 ആണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് ഒരു സ്പോർട്സ് ബൈക്ക് വേണം, പക്ഷെ അതിന്റെ റിലയബിലിറ്റി നന്നായിരിക്കണം, അതേപോലെ തന്നെ നല്ല മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദാറ്റ് ബൈക്ക്. R15 കണ്ണടിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഉള്ള ആൾക്കാർ പോയി എടുക്കുക, വേറെ യാതൊരു വിധത്തിലും കുഴപ്പമില്ല. ഇതിന്റെ പ്രത്യേകത കണ്ടല്ലോ, നമുക്ക് അതായത് ഒരു 100-120 നല്ല സ്വീറ്റ് സ്പോട്ടാണ് കേട്ടോ, നമ്മൾ ക്രൂസ് ചെയ്ത് സുഖമായിട്ട് സമാധാനത്തിൽ പോവാം. പക്ഷേ ഇതിന്റെ ആ ഒരു ഡൈനാമിക്, അതായത് ഒരു സ്പോർട്സ് ബൈക്കിന്റെ ഡൈനാമിക് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രൂസ് ബൈക്സ് പോലെ സമാധാനത്തിൽ ഇരുന്ന് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതായത് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോവാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആൻഡ് നമ്മുടെ റിസ്റ്റിന്റെ ഭാഗത്തേക്ക് നല്ല രീതിക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ലോങ് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു കസിനേൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആൾ ഇതിലേക്ക് ഒരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒരു 500-600 കിലോമീറ്റർ ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അതൊന്നും വലിയ വിഷയമല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. നമ്മുടെ ബോഡി അതായിട്ട് അഡാപ്റ്റ് ആണോ. ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൽ ഓടിക്കുന്ന ആളാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഫസ്റ്റൊക്കെ നമുക്ക് ഒരു ഇവിടെയൊക്കെ പെയിന് നന്നായിട്ട് വരും. പക്ഷേ അതൊന്ന് നമ്മൾ അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ വണ്ടിയായിട്ട് ഒന്ന് സെറ്റ് ആവാണ്ട്. അപ്പോൾ അതിൻ്റെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരാണ് എന്നിട്ടാണ് ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഈസിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇങ്ങനത്തെ ട്രാവൽ കോണ്ടന്റ്സും അതേപോലെ തന്നെ റിവ്യൂസ് കാര്യങ്ങൾ ഈ വണ്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി വരുന്നതായിരിക്കും.